ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, അമിതായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. യോന 1:1-2. അക്രമം പ്രവർത്തിക്കുന്നവരോട് അവർക്കെതിരായി ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് പറയുവാൻ നാം കടപ്പെട്ടവരാണ്. നാം പറയാതിരുന്നാൽ അവർ അധർമ്മമാർഗം ഉപേക്ഷിക്കാതിരിക്കുകയും ശിക്ഷയ്ക്ക് ഇരയായി നശിക്കുകയും ചെയ്യും. അനീതി പ്രവർത്തിക്കുന്നവർക്കെതിരായി ധീരമായി സംസാരിക്കുവാൻ ക്രിസ്ത്യാനിക്കു മാത്രമേ കഴിയൂ. ദൈവത്തിന്റെ ന്യായവിധിയെപ്പറ്റി പറയുവാൻ ക്രിസ്ത്യാനി ചുമതലപ്പെട്ടവനാണ്. പറയാതിരിക്കുന്നത് തെറ്റുമാണ്. ഒരുപക്ഷെ നാം രക്തസാക്ഷികളാകേണ്ടി വന്നേക്കാം. നിനവ പട്ടണക്കാർ ധാർമ്മികമായി അധപ്പതിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുവാൻ നിശ്ചയിച്ചു. എന്നാൽ അവരെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരെ ശാസിക്കുവാനും വരുവാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കുവാനും യോനായെ ചുമതലപ്പെടുത്തി. അതനുസരിക്കുവാൻ യോന തയ്യാറായില്ല. പകരം താർസിസ് കപ്പലിൽ ഒളിച്ച് യാത്രയായി. ദൈവം യോനായെ വിവിധ തരം കഷ്ടതകളിലൂടെ കടത്തി നിനിവയിൽ എത്തിച്ചു. യോന അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി പ്രസംഗിച്ചു. നിനവേക്കാർ തൽഫലമായി രക്ഷപ്പെട്ടു. സമൂഹത്തിലോ കുടുംബത്തിലോ സഭയിലോ വ്യക്തികളുടെ ജീവിതത്തിലോ അധർമ്മം കണ്ടാൽ ന്യായവിധിയെപ്പറ്റി മുന്നറിവ് കൊടുക്കുന്നത് ക്രിസ്ത്യാനിയുടെ കടമയാണ്. ബലഹീനരെ ഹിംസിക്കുന്ന ബലവാനോടും ദരിദ്രനെ ഉപദ്രവിക്കുന്ന ധനികനോടും ക്ഷീണരായ മാതാപിതാക്കളെ അവഗണിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളോടും പൊതുമുതൽ അപഹരിക്കുന്ന വഞ്ചകന്മാരോടും സംഖ്യാബലം കൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന നിർദ്ദയരോടും വരാൻ സാധ്യതയുള്ള ന്യായവിധിയെപ്പറ്റി സംസാരിക്കുവാൻ നാം ചുമതലപ്പെട്ടവരാണ്. ഒരുപക്ഷെ നാം രക്തസാക്ഷികളാകേണ്ടി വന്നേക്കാം. ദൈവത്തിന്റെ ന്യായവിധിയെപ്പറ്റി പറയാൻ നാം ഭയപ്പെടരുത്. അതിനുള്ള അനുഗ്രഹം, കൃപാവരം കർത്താവായ ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകട്ടെ. പരിശുദ്ധമ്മ IMS അമ്മ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.